അബുദാബിയിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഇരുചക്ര വാഹനക്കാർക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കി അധികൃതർ. കനത്ത ചൂടിൽ ഭക്ഷണ വിതരണക്കാരുടെ ജോലി സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പദ്ധതി. സൗദി ഹായിലിൽ ഭൂചലനം. മധ്യപ്രവിശ്യയോട് ചേർന്നുള്ള മേഖലയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:03 ഭൂചലനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.6 തീവ്രതയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈത്തിൽ നിയമലംഘനം നടത്തിയ 5 ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ അടച്ചുപൂട്ടി. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഹവാലി ഗവർണറേറ്റിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത്. കുവൈത്തിൽ റെസിഡൻസി നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾക്കൊരുങ്ങി അധികൃതർ. സമയപരിധി അവസാനിക്കുന്ന ജൂൺ 30 മുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. യുഎഇയിൽ 2024-25 വർഷത്തെ ആരോഗ്യ സർവേക്ക് തുടക്കമായി. സ്വദേശികളും വിദേശികളുമായ 20,000 കുടുംബങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചാണ് സർവേ നടത്തുന്നത്. യുഎഇയിലെ താമസക്കാരുടെ ആരോഗ്യം സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണിത്. സർക്കാർ നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് യുഎഇ. 2000 കടമ്പകൾ ഒഴിവാക്കി പകുതി സമയം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ദുബായിൽ 6 പുതിയ പെയ്ഡ് പാർക്കിംഗ് സംവിധാനം വരുന്നു. ജൂലൈ മാസത്തോടെ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരും. നേരത്തെ പ്രഖ്യാപിച്ച 7000 പാർക്കിംഗ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണിത്. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലെത്തിയ വിസ്താര വിമാനത്തിലെ ബോംബ് ഭീഷണി വ്യാജമെന്ന് സൂചന. വിമാനം ലാൻഡ് ചെയ്ത ഉടൻ അധികൃതർ യാത്രക്കാരെ ബോംബ് ഭീഷണിയുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. CISFന്റെ നേതൃത്വത്തിൽ യാത്രക്കാരെയും ലഗേജും പരിശോധന നടത്തി വിട്ടയച്ചു.